കാസർഗോഡ് ജില്ലയിലെ നിർണായകമായ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. അതായത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് UDFന്റെ കൈകളിൽ അത്ര ഭദ്രമല്ല എന്ന് കരുതപ്പെടുന്ന ഒരു നിയോജക മണ്ഡലം തന്നെയാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. പക്ഷെ നമ്മൾക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 10,000-ൽ പരം ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ വോട്ടർ നില എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 34% ഈഴവ സമുദായം, 28% മുസ്ലിം വിഭാഗം, 12% ക്രിസ്തീയ വിഭാഗം, 5% നായർ വിഭാഗം, 21% മറ്റുള്ളവർ. അങ്ങനെയാണ് അവിടുത്തെ ഒരു മൊത്തം വോട്ടർ ലിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ടുള്ള നിയമസഭാ ഇലക്ഷനുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2011 KPCC പ്രസിഡന്റ് KV ഗംഗാധരൻ 8,000 വോട്ടുകൾക്കാണ് അവിടെ തൃക്കരിപ്പൂരിൽ തോറ്റുപോയത്. അതിനുശേഷം 2016 മുൻ ഉദുമ MLA KP കുഞ്ഞിക്കണ്ണൻ 16,000 വോട്ടുകൾക്കാണ് തോറ്റുപോയത്. അതിനുശേഷം 2021 26,000 വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ തോറ്റുപോയത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UDFന്റെ വളരെ വ്യക്തമായ ജനകീയമായ അല്ലെങ്കിൽ ജനകീയനായ ഒരു മുഖത്തെ കൊണ്ടുവന്നാണ് തൃക്കരിപ്പൂരിൽ ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾക്കറിയാം വളരെയധികം രാഷ്ട്രീയ അന്തരീക്ഷവും കൂടെ ഇപ്പോൾ UDFന് അനുകൂലമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം ഒരിക്കലും ഒരു ബാലികേറാമലയല്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ നമ്മളോട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UDFന് വളരെ വ്യക്തമായ ശക്തമായ ഒരു മണ്ഡലമായിട്ട് തന്നെ തൃക്കരിപ്പൂർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഈ ഇലക്ഷനിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി UDFന്റെ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ UDFന് എണ്ണാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയായി തൃക്കരിപ്പൂർ മാറിയേക്കും.